നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുട്ടം കാക്കൂരിൽ ജീപ്പ് മറിഞ്ഞ ഡ്രൈവർ അടക്കം 2 പേർ മരിച്ചു. 9 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയ ജീപ്പ്. കാഞ്ഞിരത്തിനാൽ ഭൂമി നിർണ്ണയിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് CK ശശീന്ദ്രൻ MLA. തിരുവനന്തപുരം ചർച്ച പ്രഹസനമായെന്ന് സമരസഹായ സമിതി. ബത്തേരി കുമളി മൂന്നാർ KSRTC സർവീസ് തുടങ്ങിയില്ല. 5 പുത്തൻ ബസ്സുകൾ ബത്തേരി ഡിപ്പോയിൽ തുരുമ്പെടുക്കുന്നു. മുളൻകൊല്ലിയിലും പുൽപ്പള്ളിയിലും കുടിവെള്ളത്തിന് സമരം. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് KL പൗലോസ്. പോക്സോ നിയമം ഇരട്ട നീതിക്കെതിരെ ജില്ലയിൽ പ്രക്ഷോഭമുയരുന്നു. ബത്തേരി നഗരസഭാ ബജറ്റിൽ വരൾച്ചാ ദുരിതാശ്വാസത്തിന് മുൻഗണന. മാനന്തവാടി ബ്ലോക്കിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾക്ക് 21,69,00,000. താമരശ്ശേരി ചുരം റോപ്പ് വേ 2 വർഷത്തിനകം. മുളൻകൊല്ലിയിൽ നിർമ്മിക്കാത്ത സ്റ്റേഡിയത്തിൽ ഉത്തരവാദപ്പെട്ടവരുടെ ഉരുണ്ടുകളി. വിശദമായ വാർത്തകളിലേക്ക്. തോൽപ്പെട്ടി കുട്ടം കാക്കൂരിൽ ജീപ്പ് മറിഞ്ഞ് 2 പേർ മരിച്ചു. ജീപ്പ് ഡ്രൈവർ അരണപ്പാറ സ്വദേശി അജീഷ്, അപ്പപ്പാറ കാരമാട് കോളനിയിലെ സിനോജ് എന്നിവരാണ് മരിച്ചത്. തോൽപ്പെട്ടിയിൽ നിന്ന് തൊഴിലാളികളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയ ജീപ്പ് ഇന്ന് കാലത്ത് 9 മണിയോടെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. 9 പേർക്ക് പരിക്കുപറ്റി. അരണപ്പാറ നാഗമന രാഘവന്റെ മകനാണ് മരണപ്പെട്ട ജീപ്പ് ഡ്രൈവർ 26-കാരനായ അജീഷ് സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് ഗുരുതരമായി പരിക്കേറ്റ കാരമാട് കോളനിയിലെ സിനോജ് മരിച്ചത്. 32 വയസ്സായിരുന്നു. തൊഴിലാളികളെയും കൊണ്ട് കർണാടകത്തിലേക്ക് പോയ ജീപ്പ് കുട്ടം കാക്കൂരിൽ JC സ്കൂളിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപ്പപ്പാറ ചക്കണി കോളനിയിലെ വിനോദ്, ദേവി, മഞ്ജു, രാമൻ, വെള്ള, കോട്ടൂർ കോളനിയിലെ സോമൻ, ചേകാടി ബാബു, തമിഴ്നാട് മധുര സ്വദേശി സാമി എന്നിവർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കാഞ്ഞിരത്തിനാൽ ജോർജ് കൈവശം വെച്ചിരുന്ന ഭൂമി ഏതെന്ന് നിർണ്ണയിക്കാൻ വയനാട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി CK ശശീന്ദ്രൻ MLA. തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. കാഞ്ഞിരത്തിനാൽ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്ന ഉറപ്പിന്മേലാണ് സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച കളക്ടറേറ്റിൽ അരങ്ങേറിയ ആത്മഹത്യാ സമരം അവസാനിച്ചത്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിലാണ് ഭൂമി കണ്ടെത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. കാഞ്ഞിരത്തിനാൽ ഭൂമി വിഷയത്തിൽ 15-ന് തിരുവനന്തപുരത്ത് നടന്ന ചർച്ച പ്രഹസനമെന്ന് സമരസഹായ സമിതി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. CK ശശീന്ദ്രൻ MLAയും റവന്യൂ മന്ത്രിയും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. വയനാട് സബ് കളക്ടർ സാംബശിവറാവു സമർപ്പിച്ച വ്യക്തമായ റിപ്പോർട്ട് നിലവിലുണ്ടായിരിക്കെ ഭൂമി കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാകാത്തതാണെന്നും ഇവർ പറഞ്ഞു. വിഷയത്തിൽ മുൻപ് നടന്ന വിജിലൻസ് റിപ്പോർട്ടും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ യോഗത്തിലെ തീരുമാനപ്രകാരം വയനാട് സബ് കളക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടും ആധികാരികമാണെന്നിരിക്കെയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ 2 റിപ്പോർട്ടിലും കുടുംബത്തിന് നിഷേധിക്കപ്പെട്ടുവെന്ന് രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതാരാണ് ഈ വാർത്ത കൊടുത്തതെന്ന് എനിക്കറിയില്ല. കൽപ്പറ്റ കാഞ്ഞിരത്തിനാൽ ജോർജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ ജോർജ് കൈവശം വെച്ച ഭൂമി ഏതെന്ന് കണ്ടെത്താൻ പത്രത്തിൽ പറയുന്നത്. ജോർജ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ജോർജിന്റെ ഭൂമിയാണെന്ന് വിജിലൻസ് SP-യും സബ് കളക്ടറും പിന്നെ കേശേന്ദ്രകുമാർ, പിന്നെ നമ്മളെ BP ഗോപി, ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ഭൂമി ജോർജിന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി തന്നെയാണ് കണ്ടെത്തിയത്. വനവകുപ്പിന്റെ ഭൂമി വളരെ അകലത്തിലുള്ളതാണെന്ന് സാറ് ഈ പറയുന്ന IAS-കാരനും IPS-കാരനും ഒക്കെ ഗവൺമെന്റിന് ശുപാർശ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് വീണ്ടും എന്തിനാണ് ഈ ആടിനെ പട്ടിയാക്കുന്ന മാതിരിയുള്ള ഒരു ഏർപ്പാട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇത് കോടതിയിലെത്തിക്കാൻ നടപടിയെടുക്കാതെ ജനകീയ സമരത്തിനെതിരെ അസഹിഷ്ണുത പുലർത്തുകയാണ് MLA എന്നും ഉദ്യോഗസ്ഥ അട്ടിമറിക്ക് ജനപ്രതിനിധികൾ കൂട്ടുനിൽക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ദൗർഭാഗ്യകരം പറയട്ടെ, ഇന്നലെ ആ ചർച്ച നടന്നു. അത് കേവലം MLA-യും നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മാത്രമായ ഒരു ചർച്ചയിലേക്കായി മാത്രം. റവന്യൂ മിനിസ്റ്ററെ ഒരു MLA പേഴ്സണലായി കാണുന്ന രൂപത്തിലേക്ക് ആ ചർച്ച പോയി. അതിനകത്ത് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ല. മറ്റ് ഈ പറഞ്ഞിട്ടുള്ള ആരും പങ്കെടുത്തിട്ടില്ല. വയനാട് ജില്ലയിലെ മറ്റ് MLA-മാരെ അറിയുക പോലുമില്ല. ഞങ്ങൾ IC ബാലകൃഷ്ണൻ MLA ബന്ധപ്പെട്ട് അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. MLA-മാരെ പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ സർക്കാരിനെ പറ്റി ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ ഗവൺമെന്റിനെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഈ സമരത്തിന് കഴിഞ്ഞ കാലം ശക്തമായി മുമ്പോട്ട് വന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രതീക്ഷയുണ്ടായിരുന്നു.
സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ പി ഷൈജൽ, ജോസഫ്, PT പ്രേമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. തവിഞ്ഞാൽ പഞ്ചായത്തിലെ പേരിയ 37 ആനത്താര പദ്ധതി നടപ്പാക്കി നഷ്ടപരിഹാരം നൽകണമെന്ന് മലബാർ വികസന സമിതി അംഗങ്ങൾ മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട 100ഓളം കുടുംബങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം യാതൊരു കൃഷിയും ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുകയാണ്. നിരവധി വർഷങ്ങളായി താമസിച്ചു വരുന്ന കൃഷിക്കാർ നടത്തിയ ശ്രമഫലമായി 2 കോടി രൂപ ഭൂമിയെടുക്കുന്നതിന് സർക്കാർ അനുവദിച്ചു. മുഴുവൻ കൃഷിക്കാരുടെയും ഭൂമിക്കും നഷ്ടപരിഹാരം നൽകുന്നതിന് തുക മതിയാകാതെ വന്നതിനാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും വനംവകുപ്പും സർക്കാരും സ്വീകരിച്ചില്ല. കൃഷി ചെയ്ത് ജീവിക്കാൻ കർഷകന് കഴിയുന്നില്ല. എന്ത് കൃഷി ചെയ്താലും മൃഗങ്ങൾ നശിപ്പിക്കും. അടിയന്തരമായി സർക്കാർ നഷ്ടപരിഹാര തുക ഉയർത്തി ആനത്താര പദ്ധതി നടപ്പിലാക്കണമെന്ന് അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, P മൊയ്തു, സത്യൻ, M ബിനോയ് ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ന്യൂസ്, മാനന്തവാടി. ദീർഘദൂര സർവീസ് നടത്തുന്നതിനായി ബത്തേരി ജില്ലാ ഡിപ്പോയിലെത്തിയ ബസ്സുകൾ 1 മാസം പിന്നിട്ടിട്ടും സർവീസ് ആരംഭിച്ചില്ല. ബത്തേരിയിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ കുമളി, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിനായി കൊണ്ടുവന്ന 5 ബസ്സുകളാണ് ഇപ്പോഴും യാർഡിന്റെ മൂലയ്ക്ക് കിടക്കുന്നത്. ഇതിൽ 2 ബസ്സുകൾ മൂന്നാറിലേക്ക് തിരികെ കൊണ്ടുപോകാൻ രാഷ്ട്രീയ സമ്മർദ്ദം നടക്കുന്നതായും ആരോപണം. ബത്തേരിയിൽ നിന്നും ഇടുക്കി, മൂന്നാർ, കുമളി എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്നതിനായാണ് 5 ബസ്സുകൾ ഡിപ്പോയിലെത്തിച്ചത്. 1 മാസം മുമ്പാണ് ബസ്സുകൾ ഇവിടെ എത്തിയത്. 2 ബസ്സുകൾ എറണാകുളത്ത് നിന്നും കൊട്ടാരക്കര, കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ബസ്സുകളുമാണ് എത്തിച്ചത്. ഒരു ബസ് ബത്തേരി ഡിപ്പോയിൽ തന്നെ ഉണ്ടായിരുന്നതുമാണ്. ഡിപ്പോയിലെത്തിച്ച 5 ബസ്സുകളും സൂപ്പർ ഡീലക്സ് ബസ്സുകളാണ്. എന്നാൽ 1 മാസമായിട്ടും ഈ ബസ്സുകൾ ഇതുവരെ സർവീസ് ആരംഭിച്ചിട്ടില്ല. പെർമിറ്റ് ലഭിച്ചില്ലെന്നതാണ് സർവീസ് നടത്താത്തതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ജീവനക്കാരുടെ കുറവും സർവീസ് ആരംഭിക്കാത്തതിന് കാരണമായി പറയപ്പെടുന്നുണ്ട്. ഇതിനിടെ മൂന്നാറിലേക്ക് ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്താനായി എത്തിച്ച 2 ബസ്സുകൾ തിരികെ കൊണ്ടുപോയി മൂന്നാറിൽ നിന്നും സർവീസ് ആരംഭിക്കാൻ ശ്രമം നടത്തുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം ഒരു ബസ് ഇവിടെ നിന്ന് ഇടുക്കിയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. മാനേജ്മെന്റിന്റെ ഇത്തരം നീക്കങ്ങൾ ഡിപ്പോയുടെ വികസനം മുരടിപ്പിക്കുമെന്നാണ് ആരോപണം ഉയരുന്നത്. ഇതിനെതിരെ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഡ്രൈവേഴ്സ് യൂണിയൻ നേതാവ് പറഞ്ഞു. അടിയന്തരമായിട്ട് ഈ സർവീസ് ഓപ്പറേഷൻ ഇവിടെ തുടങ്ങാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് ഞങ്ങൾ യൂണിയന്റെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് അടിയന്തരമായി ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മാനേജ്മെന്റിനോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെടുകയാണ്. വയനാട് ന്യൂസ്, ബത്തേരി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ വരൾച്ചയ്ക്കും കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് KPCC എക്സിക്യൂട്ടീവ് അംഗം ND അപ്പച്ചൻ. പാടിച്ചിറയിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജലക്ഷാമവും കൃഷിനാശവും മൂലം ജനങ്ങൾ നാടുവിടേണ്ട അവസ്ഥയായിട്ട് പോലും മേഖലയിലെ ജനങ്ങളുടെ ദുരിതം പഠിക്കുന്നതിനോ മേഖല സന്ദർശിക്കുന്നതിനോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾക്ക് പാർട്ടി രൂപം നൽകും. വയനാടിനെ അവഗണിക്കുന്ന സമീപനമാണ് LDF സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 2004 വരൾച്ചയിൽ പരമാവധി നാട്ടിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമോ അതെല്ലാം ആ കാലഘട്ടത്തിൽ ചെയ്തു. അതിനുശേഷം പിന്നെ ഉണ്ടായ ഏറ്റവും വലിയ ദുരിതം, ഏറ്റവും വലിയ വരൾച്ച എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടായതാണ്. ആ വരൾച്ചയിൽ ഈ സർക്കാരിന് ബാധ്യതയില്ല ഈ നാട്ടിലെ ജനങ്ങളോട്. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം എത്തിക്കാൻ, നഷ്ടപരിഹാരം കൊടുക്കാൻ, കാർഷിക വിളകൾ സംരക്ഷിക്കാനൊക്കെ ഉത്തരവാദിത്തമില്ലേ? അതൊക്കെ മറന്നുകൊണ്ട് വയനാടിനൊന്നും വേണ്ട, വയനാടെന്ന് പറഞ്ഞ എന്തോ കുറച്ച് ആളുകളുടെ ഒരു കുടിയേറ്റക്കാരെന്തോ എവിടുന്നോ വന്നവന്മാർ കയറി താമസിക്കുന്ന ഒരു പ്രദേശം, അവർക്കൊന്നിലും കുഴപ്പമൊന്നുമില്ല. ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. വരൾച്ച മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കുന്നതിനോ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനോ സർക്കാരും ജില്ലാ ഭരണകൂടവും തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അഡ്വക്കേറ്റ് സജി PD, വർഗീസ് മുരിയൻകാവിൽ, ജോയി വാഴയിൽ, സ്റ്റീഫൻ പൂക്കുടിയിൽ, സാബു എബ്രഹാം, ജോസ് K മാത്യു എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മീനങ്ങാടി പഞ്ചായത്ത് CC മടൂർ കോളനിയിലെ 100ഓളം ആദിവാസി കുടുംബങ്ങൾ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയാണ്. ജലവിതരണം ലഭ്യമാക്കി 2 വർഷം മുൻപ് കുഴിച്ച കിണറ്റിൽ വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോറും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ വൈദ്യുതി എത്തിച്ച് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല. ഉൾക്കാടുകളിൽ നിന്ന് പുനരധിവാസ പദ്ധതിയിൽ കുടിയിരുത്തിയ പണിയ, ഊരാളി, കാട്ടുനായ്ക്ക വിഭാഗങ്ങളിലെ 100ഓളം കുടുംബങ്ങളാണ് CC മടൂർ കോളനിയിൽ കുടിവെള്ളത്തിന് അധികൃതരുടെ കരുണ തേടുന്നത്. നടവയൽ, കല്ലൂർ, നായ്ക്കട്ടി, പൂതാടി, കേണിച്ചിറ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ മടൂരിൽ പുനരധിവസിപ്പിച്ചത്. ഇവരുടെ വീടുകളും ഇതുവരെ വൈദ്യുതീകരിച്ചിട്ടില്ല. മാർച്ച് 31-നകം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കുമെന്ന പ്രഖ്യാപനമുണ്ടെങ്കിലും വയറിംഗ് പോലും പൂർത്തിയാക്കിയ വീടുകൾക്ക് കണക്ഷൻ നൽകിയിട്ടില്ല. 1 മാസത്തിനകം കണക്ഷൻ നൽകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ പറയുന്നത്.
2 കിലോമീറ്ററോളം അകലെ നിന്നാണ് കുടിവെള്ളം കൊണ്ടുവരുന്നതെന്ന് കോളനിവാസികൾ പറഞ്ഞു. എത്രയാന്ന് വെച്ചാൽ ഈ കുടുംബക്കാർ ഫുള്ളും ഇപ്പോൾ ഒരുപാട് ദൂരത്തിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ പിന്നെ കറണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ട് പറഞ്ഞിട്ടാണ് ഒരുപാട് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കറണ്ട് ഈ ഭാഗത്തൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. വയറിങ്ങിൻ്റെ കാര്യം പിന്നെ ചെയ്തു തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. വയനാട് ന്യൂസ്, മീനങ്ങാടി. വരൾച്ചയും കൃഷിനാശവും മൂലം പ്രതിസന്ധിയിലായ വയനാട്ടിലെ കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ നടപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് KL പൗലോസ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തുടർച്ചയായി ഉണ്ടാകുന്ന വരൾച്ച മൂലം കാർഷിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഇതുമൂലം വായ്പയുടെ പലിശ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും KLP പറഞ്ഞു. UDF ഭരണകാലത്തെ വരൾച്ചക്കെടുതി മൂലം ദുരിതമനുഭവിച്ച കർഷകരുടെ വായ്പകൾക്ക് 5 വർഷത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. അതിലും രൂക്ഷമായി കൊടും വരൾച്ചയാണ് ഇപ്പോൾ ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, നൂൽപ്പുഴ പഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമവും വൻ കൃഷിനാശവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ കടുത്ത പ്രതിസന്ധിയിലായിട്ട് പോലും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനോ കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ജില്ലയിൽ കർഷകരെടുത്ത വായ്പകൾ തള്ളാൻ അടിയന്തര നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാർ കൈക്കൊള്ളണമെന്നും ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകുമെന്നും KL പൗലോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ ആത്മഹത്യാ മുനമ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നിർബന്ധമായും കർഷകരോട് ആഭിമുഖ്യമുള്ള ഒരു സർക്കാരാണെങ്കിൽ, സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കർഷകരുടെ കടങ്ങൾക്ക് കടാശ്വാസ പദ്ധതികൾ അടിയന്തരമായി പ്രഖ്യാപിച്ച് സഹായിക്കണം എന്നുള്ളതാണ് ഇന്ന് കർഷകരെ സംബന്ധിച്ച് പറയാനുള്ളത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പോക്സോ നിയമം ഇരട്ട നീതി നടപ്പാക്കുന്നതിനെതിരെ ജില്ലയിൽ ജനകീയ പ്രക്ഷോഭം ഉയരുന്നു. കമ്മിറ്റി അഗെയിൻസ്റ്റ് പോക്സോ ഓൺ ട്രൈബൽ മാരേജിന്റെ നേതൃത്വത്തിൽ സമര പ്രഖ്യാപനം. ആദിവാസി ആചാരപ്രകാരം ഒരുമിച്ച് ജീവിച്ചവരെ പോക്സോ നിയമത്തിന്റെ കടുത്ത വകുപ്പുകൾ ചാർത്തി ശിക്ഷിക്കുകയും അതേസമയം കൊട്ടിയൂർ പീഡനക്കേസിലെ 1-ാം പ്രതി ഫാദർ റോബിനെ രക്ഷപ്പെടാൻ കൂട്ടുനിന്ന അധികാര ദുർവിനിയോഗം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി ഗുരുതര കുറ്റം ചെയ്ത വയനാട് CWC ചെയർമാനായിരുന്ന ഫാദർ ജോസഫ് തോമസ് തേരകത്തെയും വിദഗ്ധംഗം ഡോക്ടർ ബെറ്റിയെയും അറസ്റ്റ് ചെയ്യപ്പെടില്ലെന്ന് ഉറപ്പു നേടുന്നു. ഫാദർ റോബിന്റെ അറസ്റ്റിനു ശേഷം തുടരന്വേഷണം മന്ദീഭവിച്ചു. കോടതിയിൽ സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ താരതമ്യേന ദുർബല വകുപ്പുകൾ മാത്രമാണ് ചാർത്തിയതും. ഇതുവഴി മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് അനുകൂല സാഹചര്യം ഒരുക്കുകയാണ് അന്വേഷണ സംഘവും അതുവഴി ഗവൺമെന്റും ചെയ്തതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഫാദർ തോമസ് തേരകം, സിസ്റ്റർ ബെറ്റി ഉൾപ്പെടെയുള്ളവർ ജാമ്യം കൈക്കലാക്കിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം. DNA ടെസ്റ്റ് പോലും കൃത്യമായി നടത്താതെ വിചാരണ സമയത്ത് വളരെ എളുപ്പത്തിൽ അവർക്ക് രക്ഷപ്പെടാവുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഫാദർ തേരകവും ഡോക്ടർ ബെറ്റിയും അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ഇവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ മൂലം കഴിഞ്ഞ 2 വർഷമായി ജയിലിൽ കഴിയുന്ന അയ്യപ്പമൂല കോളനിയിലെ ബാബുവിന് പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. കോടതിയും പോലീസും മറ്റു സംവിധാനങ്ങളും സൂക്ഷിക്കുന്ന ആദിവാസി വിരുദ്ധതയും വംശവെറിയുമാണ് ഈ ഇരട്ടനീതിക്ക് പിന്നിലെന്നും നേതാക്കൾ പറഞ്ഞു. തെറ്റായ നീതി നടത്തിപ്പ് മൂലം ദുരിതത്തിലായ ആദിവാസി യുവതിയുവാക്കളെയും അവരുടെ ബന്ധുക്കളും കമ്മിറ്റി എഗനിസ്റ്റ് പോക്സോ ഓൺ ട്രൈബൽ മാരേജിൻ്റെ നേതൃത്വത്തിൽ ഈ മാസം 21-ന് കലക്ട്രേറ്റിന് മുന്നിൽ സമരപ്രഖ്യാപന ഉപവാസം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ, കൺവീനർ ഡോക്ടർ PG ഹരി, സാം P മാത്യു, അമ്മിണി തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. വരൾച്ചാ ദുരിതാശ്വാസ പദ്ധതികൾക്ക് ഊന്നൽ നൽകി സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ബജറ്റ്. 120 കോടി 44 ലക്ഷം രൂപ വരവും 118 കോടി 4 ലക്ഷം രൂപ ചിലവും 2 കോടി 39 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ടൗൺ സൗന്ദര്യവൽക്കരണത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിയ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് തലോടൽ മാത്രം. നഗരസഭയുടെ 2017-18 വർഷത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്ന ആകെ വരവ് 120 കോടി 44 ലക്ഷത്തി 12,491 രൂപയും പ്രതീക്ഷിത ചെലവ് 118 കോടി 4 ലക്ഷത്തി 25,000 രൂപയും നീക്കി ബാക്കി 2 കോടി 35 ലക്ഷത്തി 39 ലക്ഷത്തി 87,491 രൂപയുമാണ്. ഈ ബഡ്ജറ്റ് ഭരണസമിതി മുമ്പാകെ ചർച്ചയ്ക്കും അംഗീകാരത്തിനും അഭിമാനപൂർവ്വം സമർപ്പിക്കുന്നു.
സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ രണ്ടാമത്തെ ബജറ്റാണ് ഇന്ന് വൈസ് ചെയർപേഴ്സൺ ജിഷ ഷാജി അവതരിപ്പിച്ചത്. അടുത്ത കാലത്തായി രൂക്ഷമായ വരൾച്ച നേരിടുന്ന മുനിസിപ്പാലിറ്റിയിൽ വരൾച്ചാ ദുരിതാശ്വാസ പദ്ധതിക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി കാരാപ്പുഴ കുടിവെള്ള പദ്ധതിക്കും വിവിധ പ്രദേശങ്ങളിൽ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനുമായി 2,14,50,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ജൈവ പച്ചക്കറി, സമ്പൂർണ്ണ ഭവന പദ്ധതി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല, ദാരിദ്ര്യ ലഘൂകരണവും സാമൂഹികക്ഷേമവും, യുവജനക്ഷേമം, കലാകായികം, സാഹിത്യം എന്നിവയ്ക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗക്ഷേമത്തിനും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങുന്നതിനും 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ടൗണിലെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കലിനു പിന്നാലെ ഗ്രാമീണ മേഖലകളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് 40 ലക്ഷം രൂപയും അറ്റകുറ്റപ്പണികൾക്കായി 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ക്ഷീരമേഖലയ്ക്ക് 1 കോടി രൂപ, നവകേരള മിഷൻ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 8 കോടിയും ബസ് സ്റ്റാൻഡ്, വാഹന പാർക്കിംഗ്, അറവുശാല എന്നിവയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 1,35 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ടൗൺ സൗന്ദര്യവൽക്കരണം, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയ്ക്കായി 8,05,00,000 രൂപ വകയിരുത്തിയപ്പോൾ കാർഷിക മേഖലയിൽ നെൽകൃഷിക്കായി 75 ലക്ഷം രൂപ വകയിരുത്തി. കാർബൺ ന്യൂട്രൽ നഗരസഭയ്ക്കായി 5 ലക്ഷം രൂപയും നഗരസഭ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആകെ 120,44,12,491 രൂപ വരവും 118,04,25,000 രൂപ ചെലവും 2,39,87,491 രൂപ നീക്കി ബാക്കിയും വരുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചത്. വയനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റിൽ അടിസ്ഥാന പശ്ചാത്തല മേഖലയ്ക്ക് 2,83,00,000, ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾക്ക് 21,69,00,000. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2017-18 വാർഷിക ബഡ്ജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പൈലി അവതരിപ്പിച്ചു. അടിസ്ഥാന പശ്ചാത്തല മേഖലയ്ക്കായി 2,83,8,220 രൂപയും ഗ്രാമപഞ്ചായത്തുകൾ വഴി പദ്ധതി നടപ്പാക്കുന്നതിന് 21.69 കോടി രൂപയും വകയിരുത്തി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര മേഖലയിലും വികസനത്തിന് ബഡ്ജറ്റ് മുൻഗണന നൽകുന്നു. 92,10,79,971 രൂപ വരവും 92,10,79,971 രൂപ ചിലവും 1,90,95,000 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് പ്രീതാരാമൻ അധ്യക്ഷത വഹിച്ചു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU കളക്ടറേറ്റ് മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VV ബേബി ഉദ്ഘാടനം ചെയ്തു. PM മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. PN സന്തോഷ് കുമാർ, K വാസുദേവൻ, NA സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മണലിന്റെയും വില അതിഭീമമായ രൂപത്തിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുക. ഇത് പാവപ്പെട്ട വീടുണ്ടാക്കുന്ന കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ ഈ മേഖലയിൽ പണിയെടുത്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന തൊഴിലാളികൾക്ക് വലിയ തിരിച്ചടിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൽപ്പറ്റ ബ്ലോക്ക് രജത ജൂബിലി സമ്മേളനം പെൻഷൻ ഭവനിൽ നഗരസഭാ കൗൺസിലർ അജി ബഷീർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ കൽപ്പറ്റ ബ്ലോക്ക് പ്രസിഡന്റ് M ഗോപാലൻ നമ്പ്യാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് AP ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. C രാധാകൃഷ്ണൻ നായർ, KP നാരായണൻ നായർ, MG രാജൻ, ഉഷ ബേബി, MD ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് INTUC സുൽത്താൻ ബത്തേരി റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 18-ന് രാവിലെ 11 മണിക്ക് ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്ന് മേഖലാ പ്രസിഡന്റ് PN ശിവൻ അറിയിച്ചു. സമരപ്രഖ്യാപന കൺവെൻഷൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ വിലക്കയറ്റം അടിക്കടിക്കുന്നു. തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. അതുപോലെ തന്നെ കോറി മേഖലയിൽ തൊഴിലാളികൾ തൊഴിലില്ലാതെ രക്ഷപ്പെടുന്നു. തോട്ടം മേഖല ലാഭം അടച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എതിരായി മോട്ടോർ മേഖലയിൽ അടിക്കടി ഡീസൽ പെട്രോൾ വിലക്കയറ്റം, ഇൻഷുറൻസ് പ്രീമിയം കൂട്ടുന്നു. ഇതൊക്കെ എതിരായി ഈ വരുന്ന 18 നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സുൽത്താൻ ബത്തേരിയിൽ നടക്കുകയാണ്. പാൻ മസാല ഉപയോഗം മൂലം വായിൽ ക്യാൻസർ ബാധിച്ചവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നുവെന്ന് കണക്കുകൾ. പ്രതിവർഷം രാജ്യത്ത് 75,000 മുതൽ 80,000 പേർക്ക് ഇതുമൂലം ക്യാൻസർ വരുന്നുണ്ടെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്തിന്റെ പഠന റിപ്പോർട്ട്. പാൻ മസാലകളെക്കുറിച്ച് പഠനം നടത്തിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പറയുന്നത് പാൻ മസാലയിൽ മനുഷ്യജീവന് ഹാനികരമായ പോളിസൈക് അർമോ, ആറ്റിക് ഹൈഡ്രോ കാർബൺ, ലെഡ്, കാഡ്മിയം, ഉറക്കഗുളികകളും മയക്കുമരുന്നുകളും പൊടിച്ചതും ചില്ലുപൊടി, DDT, BHSC തുടങ്ങിയവ കാണപ്പെടുന്നുവെന്നാണ്. കേരളത്തിൽ ഒരു മാസം 35,000 കിലോ പാൻ മസാല ചെലവാകുന്നുണ്ടത്രേ. ഇന്ത്യയിൽ ഇത് 1,000 കോടി രൂപയുടെ ബിസിനസ്സാണ്. പാൻ മസാല നിർമ്മാതാക്കൾ മയക്കുമരുന്ന് കച്ചവടക്കാരുമാണ്. കേരളത്തിലേക്ക് കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് ഒഴുകുകയാണ്. 15 ലക്ഷത്തോളം രൂപ വില വരുന്ന 5,000 ആംപ്യൂൾ മയക്കുമരുന്നുമായി 2 പേരെ പോലീസ് പിടിച്ചപ്പോൾ ഇത് വരുന്നത് ബംഗാളിൽ നിന്നാണെന്നും
2000 ആംപ്യൂൾ കൊച്ചിയിൽ വിൽക്കുന്നുണ്ടെന്നുമാണ് വിവരം ലഭിച്ചിരുന്നത്. അതിർത്തി കടന്ന വയനാട്ടിലേക്ക് ദിനംപ്രതി കിലോ കണക്കിന് കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളുമാണ് കടത്തുന്നത്. പലപ്പോഴും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നത്. ലഹരിക്കടിമപ്പെടുമ്പോൾ ഏത് കുറ്റകൃത്യം ചെയ്യാനും ഇവർ മടിക്കുന്നില്ല. മോഷണം മുതൽ കൊലപാതകം വരെ മരവിച്ച മനോഭാവമുള്ള ഇവരെ ചികിത്സിച്ചാലും ഭേദപ്പെടാൻ വിഷമമാണ്. പാൻ മസാല ഉപയോഗം കൊണ്ട് വായിൽ വരുന്ന ക്യാൻസർ വർദ്ധിക്കുന്നത് കാരണം ഇത് നിരോധിക്കണമെന്ന റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടർമാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുക പോലും ചെയ്തിരുന്നു. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. കേരള തമിഴ്നാട് അതിർത്തിയിലെ നമ്പ്യാർകുന്നിൽ മദ്യപന്മാരും പോലീസും തമ്മിൽ സംഘർഷം പതിവായി. പൊതുസ്ഥലത്ത് മദ്യപാനം അനുവദിക്കില്ലെന്ന കേരള തമിഴ്നാട് പോലീസ് നിലപാടാണ് സംഘർഷത്തിൽ കലാശിക്കുന്നത്. അതിർത്തിയിലെ പ്രശ്നബാധിത മദ്യശാല എത്രയും വേഗം അടച്ചുപൂട്ടണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് മദ്യം വാങ്ങി കേരളത്തിലേക്ക് കടന്ന് പാതയോരങ്ങളിലും കുറ്റിക്കാടുകളിലും ഇടവഴികളിലും ഇരുന്നും നിന്നും മദ്യപിക്കുന്നതും പ്രശ്നങ്ങളുണ്ടാക്കുന്നതും പതിവായതിനെ തുടർന്ന് ജനകീയ സമിതി ഇടപെട്ട് ഇത് നിർത്തലാക്കിച്ചു. ഇതേ തുടർന്ന് മദ്യശാലയോട് ചേർന്ന് തമിഴ്നാട് അതിർത്തിക്കുള്ളിൽ തന്നെയായി മദ്യപാനം. ഇത് തടയാൻ നെല്ലാക്കോട്ട സിഒയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് പോലീസ് ഇടപെടുന്നതാണ് മദ്യപന്മാരെ പ്രകോപിപ്പിക്കുന്നത്. വീടുകളിൽ കൊണ്ടുപോയി മദ്യപിക്കാനുള്ള പോലീസ് നിർദ്ദേശം അനുസരിക്കാൻ മദ്യപന്മാർ കൂട്ടാക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് മദ്യം വാങ്ങി കേരളത്തിലേക്ക് കടക്കാനും പോലീസ് പരിശോധന പ്രശ്നമാകുന്നുണ്ട്. അതിർത്തിയിലെ മദ്യശാലയുണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ജനകീയ സമിതി നിവേദനം വഴി കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരെയും അതിർത്തി ജില്ലാ കളക്ടർമാരെയും അറിയിച്ചിട്ടുണ്ട്. മദ്യശാല അതിർത്തിയിൽ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം. AP ഷാജി, വയനാട് ന്യൂസ്, ചിരൽ. വേനൽ കനത്തതോടെ ജില്ലയിലെങ്ങും പൈനാപ്പിളിന് വൻ ഡിമാൻഡ്. വയനാട്ടിൽ പേരിന് മാത്രമാണ് കൈതച്ചക്ക കൃഷി ചെയ്യുന്നതെങ്കിലും അന്യജില്ലകളിൽ നിന്നെത്തുന്ന പൈനാപ്പിൾ നാടുനീളെ വിപണി പിടിച്ചടക്കി. വേനൽ മഴയുടെ പശ്ചാത്തലത്തിൽ ഡിമാൻഡ് അല്പം കുറഞ്ഞെങ്കിലും കടുത്ത വേനലിൽ പൈനാപ്പിൾ തണ്ണിമത്തൻ പോലെ വലിയ ആശ്വാസമാണ്. തണ്ണിമത്തനും കരിമ്പ് ജ്യൂസും ഒപ്പം പൈനാപ്പിളും ജില്ലയിലെ പ്രധാന പാതയോരങ്ങളിലെല്ലാം ആവശ്യക്കാരെ തേടി ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് കച്ചവടക്കാർ. പഴം പച്ചക്കറി കടകളേക്കാൾ വില കുറച്ചാണ് വഴിയോര വാണിഭം. പൊരിവെയിലത്ത് യാത്രക്കാർക്ക് സഹായമാണ് ദഹനത്തിനും ദാഹത്തിനും ക്ഷീണത്തിനും സിദ്ധൌഷധമായ പൈനാപ്പിൾ. 10-20 റുപ്യ കുറച്ചിട്ട് കച്ചവടം ചെയ്യും. കുഴപ്പമൊന്നുമില്ല, നല്ല കച്ചവടമുണ്ട്. ആവറേജ് ഒരു കച്ചവടമുണ്ട് ഇവിടെ. കുഴപ്പമൊന്നുമില്ല. ജനങ്ങളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാവരും കുഴപ്പമൊന്നുമില്ല, സഹകരിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് ചെറിയൊരു ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം കൊടുക്കലുണ്ട്. കറിക്കും അച്ചാറിടാനും കൈതച്ചക്കയ്ക്ക് ആവശ്യക്കാരുണ്ട്. വഴിയോരങ്ങളിൽ പൈനാപ്പിൾ കിലോയ്ക്ക് 40 രൂപ വരെയാണ് വില. കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നാണ് പൈനാപ്പിൾ വയനാട്ടിലെത്തുന്നത്. ഉപ്പും മുളകും വിനാഗിരിയും ചേർത്ത് ലായനിയിൽ ഇട്ടുവെച്ച മുറിച്ച പൈനാപ്പിൾ കഷ്ണങ്ങളും വഴിയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. വയനാട്ടിലെ കാലാവസ്ഥയും പൈനാപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും ഇവിടെ ആരും വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് കൃഷി ചെയ്യുന്നില്ല. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. വയനാട്, കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം റോപ്പ് വേ പദ്ധതിയുടെ പ്രാരംഭഘട്ട ചർച്ച പൂർത്തിയായി. താമരശ്ശേരി ചുരം 15 മിനിറ്റ് കൊണ്ട് കയറാനാകുന്ന സംവിധാനമാണ് റോപ്പ് വേ. കോഴിക്കോട്, വയനാട് DTPCകളുടെ സംയുക്ത നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. കോഴിക്കോട് കളക്ടർ UV ജോസ്, താമരശ്ശേരി തഹസിൽദാർ മുഹമ്മദ് റഫീഖ്, വയനാട് ടൂറിസം ജോയിന്റ് ഡയറക്ടർ MP കുഞ്ഞിരാമൻ, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. 50 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുക. അടിവാരം മുതൽ വൈത്തിരി വരെ 4 കിലോമീറ്ററിൽ 10 ടവറുകളിലാണ് റോപ്പ് വേ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഇറക്കുമതി കാറുകളാണ് റോപ്പ് വേയിൽ ഉപയോഗിക്കുക. മണിക്കൂറിൽ 300 പേർക്ക് ഇതുവഴി യാത്ര ചെയ്യാനാകും. പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ബദൽ മാർഗമായും റോപ്പ് വേ ഉപയോഗിക്കാൻ കഴിയും. കോഴിക്കോട് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ വയനാട്, കോഴിക്കോട് DTPCകളെ ചുമതലപ്പെടുത്തി. 2 മാസത്തിനകം പദ്ധതി രൂപരേഖ തയ്യാറാക്കും. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികളുടെ ഫണ്ട് ലാപ്സാക്കാൻ ശ്രമിച്ചുവെന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചേലൂർ സ്റ്റേഡിയം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിൽ പരിഹരിക്കുന്നതിന് പകരം ചില മെമ്പർമാരുടെ അമിത പിടിവാശിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം. നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതിന് പഞ്ചായത്ത് ഗുണഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്.
നിർമ്മാണ പ്രവൃത്തിയിൽ കമ്മിറ്റി മുടക്കിയ തുകകൾ നൽകാൻ തയ്യാറാകാതെ സ്റ്റേഡിയം വികസനത്തിന് ലഭിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തിയെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റേഡിയത്തിലുള്ള പാറകൾ നീക്കം ചെയ്ത് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് പകരം അനാവശ്യമായി കെട്ടിട നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജനകീയ കമ്മിറ്റി വിളിച്ചു ചേർത്ത് കായിക വിദഗ്ധരെ ഉൾപ്പെടുത്തി സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഫണ്ടുകൾ ലാപ്സാക്കിയെന്ന നുണപ്രചരണം നടത്തി പഞ്ചായത്ത് ഭരണസമിതി കബളിപ്പിക്കുകയാണെന്ന് ഭാരവാഹികളായ ഗോപി പുഞ്ചക്കര, ജോയി തോമസ്, രാജു മലയൻപള്ളി, ഷാജു തുണ്ടത്തിൽ, മത്തച്ചൻ, MD തോമസ്, ചാരുവിള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാരണം സ്പോർട്സ് കൗൺസിൽ ഈ ഫണ്ട് തന്നത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ അടിസ്ഥാന വികസനത്തിനാണ്. മണ്ണ് നിരപ്പാക്കുക, പ്രാഥമികമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ള നിലപാടുകൾക്കപ്പുറം ഇരിപ്പിടമോ ഗ്യാലറിയോ നിർമ്മിക്കാൻ ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള നോംസ് ഉള്ളതുകൊണ്ട് ഫണ്ടിംഗ് ഏജൻസിയായ സ്പോർട്സ് കൗൺസിൽ സ്ഥലം സന്ദർശിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പണി നിർത്തിവെച്ചിട്ടുള്ളത്. വയനാട് ന്യൂസ്. ബത്തേരി രാജീവ് ഗാന്ധി മിനി ബൈപ്പാസ് ലിങ്ക് റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഗാന്ധി ജംഗ്ഷൻ മുതൽ മുനിസിപ്പൽ സ്റ്റേഡിയം വരെ 800 മീറ്ററാണ് വീതി കൂട്ടി നവീകരിക്കുന്നത്. 23 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുന്നത്. ബത്തേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള രാജീവ് ഗാന്ധി മിനി ബൈപ്പാസിന്റെ ലിങ്ക് റോഡ് നവീകരണമാണ് ആരംഭിച്ചത്. ഗാന്ധി ജംഗ്ഷൻ മുതൽ മുനിസിപ്പൽ സ്റ്റേഡിയം വരെയുള്ള 800 മീറ്റർ ദൂരമാണ് നവീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 9 മീറ്റർ വീതിയിലാണ് റോഡ് നവീകരണം നടത്തുന്നത്. പ്രദേശവാസികളിൽ നിന്നും ഭൂമി ഏറ്റെടുത്താണ് നവീകരണം. ലോകബാങ്ക് അനുവദിച്ച 18 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റി വകയിരുത്തിയ 5 ലക്ഷം രൂപയും ഉൾപ്പെടെ 23 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ സ്റ്റേഡിയം മുതൽ കോടതിക്ക് സമീപം ദേശീയപാതയിലേക്കുള്ള റോഡിന്റെ നവീകരണവും നടത്താനാണ് തീരുമാനം. രാജീവ് ഗാന്ധി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഈ മാസം 20-ന് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. ഈ ബൈപ്പാസ് പ്രാവർത്തികമാകുന്നതോടെ ബത്തേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. ഈ നാടിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാതെ സന്മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി എന്ന് പറയാൻ രൂപത്തിൽ വിട്ടുനൽകപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ ഈ ലിങ്ക് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ബത്തേരിയുടെ വാഹന ഗതാഗത കുരുക്കിന് ഏറെ ആശ്വാസം പകരുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. മണ്ട ഉണങ്ങിയ കവുങ്ങിന് പകരം കായ്ക്കുന്ന കവുങ്ങുകൾ മുറിച്ചുമാറ്റി കച്ചവടക്കാരൻ കർഷകനെ കബളിപ്പിച്ചതായി പരാതി. അമ്പലവയൽ പൊട്ടംകൊല്ലിയിലെ വിൻഡോ തോമസാണ് ഇത് സംബന്ധിച്ച് അമ്പലവയൽ പോലീസിൽ പരാതി നൽകിയത്. സ്വകാര്യ ആശുപത്രി ജീവനക്കാരനായ വിൻഡോ തോമസ് പൊട്ടൻകൊല്ലിയിലെ തോമസ് എന്നയാൾക്ക് കവുങ്ങൊന്നിന് 75 രൂപ പ്രകാരം മണ്ടകരിഞ്ഞ 30 കവുങ്ങുകൾ കച്ചവടമാക്കി. എന്നാൽ സ്ഥലമുടമ ഇല്ലാത്ത സമയത്ത് കവുങ്ങ് മുറിക്കാനെത്തിയ തോമസ് വിൻഡോ തോമസിന്റെ 2 ഏക്കർ സ്ഥലത്തെ നല്ല കായ്ഫലമുള്ള 50 കവുങ്ങുകൾ മുറിച്ചിട്ടതായാണ് പരാതി. 25 വർഷം പ്രായമുള്ള മൂത്ത കവുങ്ങുകളാണ് കച്ചവടക്കാരൻ മുറിച്ചു മാറ്റിയതെന്ന് പരാതിയിൽ പറഞ്ഞു. രണ്ട് ആളുകൾ വന്നിട്ട് കയടായ കവുങ്ങ് ചോദിച്ചിരുന്നു. വാഴക്കുത്തിനാന്ന് പറഞ്ഞത്. അങ്ങനെ 75 രൂപ പ്രകാരം ഓരോ കവുങ്ങിനും അങ്ങനെ കച്ചവടമാക്കി പോയി. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ തക്കം നോക്കിയിട്ട് അവർ എന്നെ അറിയിക്കുക പോലും ചെയ്യാതെ വന്ന ശേഷം കേടില്ലാതെ നല്ല കൊലയുള്ള കവുങ്ങുകൾ 50ഓളം കവുങ്ങുകൾ മുറിച്ച് നീക്കിയിട്ടായിട്ട് ഞാൻ കണ്ടു ഇന്ന്. അങ്ങനെ ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വയനാട് ന്യൂസ്, അമ്പലവയൽ. നെന്മേനി ഗ്രാമപഞ്ചായത്തിന്റെയും ചുള്ളിയോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധ കോളനികളിൽ മഴക്കാല പ്രതിരോധത്തിന്റെ ഭാഗമായി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി. ഇതിന്റെ ഭാഗമായി അമ്പുകുത്തി 19 കോളനിയിൽ സൗജന്യ രോഗനിർണയവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ചുള്ളിയോട് PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീത നേതൃത്വം നൽകി. രോഗനിർണയ ക്യാമ്പിൽ സൗജന്യമായി രക്തസമ്മർദ്ദം, ഷുഗർ പരിശോധനകൾ നടത്തി. ശിങ്കാരിമേളം, ഫിലിം ഷോ എന്നിവയും ഉണ്ടായിരുന്നു. വൈകിട്ട് 5-ന് തുടങ്ങിയ ക്യാമ്പ് രാത്രി 8 വരെ തുടർന്നു. 100ഓളം പേർ ക്യാമ്പിൽ പരിശോധനയ്ക്കെത്തി. രോഗലക്ഷണങ്ങളുള്ളവർക്ക് തുടർ ചികിത്സയ്ക്ക് ചുള്ളിയോട് PHC സൗകര്യമൊരുക്കും. ആദിവാസികൾക്കും പൊതുജനങ്ങൾക്കും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. വയനാട് ന്യൂസ്, അമ്പുകുത്തി. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ബത്തേരിയിൽ തുടക്കമായി. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് പ്രവർത്തനം. ബത്തേരി മിൽക്ക് സൊസൈറ്റി ഹാളിൽ സാമൂഹിക പ്രവർത്തക ഷീബ അമീർ ട്രസ്റ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PG സുരേഷ് അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TL സാബു, PM അരവിന്ദൻ, ഡോക്ടർ V ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് സിന്ധു, ഷിബി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആംബുലൻസുകാരൻ പറഞ്ഞു പൈസ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല. ആ പെൺകുട്ടി ഓടി നടന്ന് എല്ലാവരുടെ അടുത്തും പൈസ ഇട്ട് കളക്ട് ചെയ്തിട്ടാണ് ആ കുട്ടിയെ ആംബുലൻസിൽ കൊണ്ടുപോയത്. അതാണ് സമൂഹത്തിൻ്റെ
ഇന്നത്തെ അവസ്ഥ, അതായത് നോക്കി നിൽക്കാനും കാഴ്ച കാണാനും അത്തരം ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കാനും ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നവരെ ആരാധിക്കാനും മാത്രം മെനക്കെട്ടിട്ടില്ല, അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്. ചീരാൽ ശാന്തി പബ്ലിക് സ്കൂളിന്റെ 35ാം വാർഷികാഘോഷം സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VT ബേബി ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത ജനറൽ വികാരി ഡോക്ടർ തോമസ് കാഞ്ഞിരമുകളിൽ അധ്യക്ഷനായിരുന്നു. യുവ സാഹിത്യകാരൻ ജാഫർ സാദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് തുണ്ടിയിൽ, സരള ഉണ്ണികൃഷ്ണൻ, VP തോമസ് മാസ്റ്റർ, KC ബിജു, കുമാരി അക്ഷര, ഷൈനി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പുൽപ്പള്ളി മേഖലയിലെ വെൽഡിംഗ് ഇൻഡസ്ട്രിയൽ ഉടമകളുടെ കൂട്ടായ്മയിൽ നിന്ന് വയനാട് ജില്ലയിൽ ആദ്യമായി കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ലഭ്യമാക്കുന്ന വിസ്കോ സംഘത്തിന്റെ നേതൃത്വത്തിൽ വയനാട് ഇൻഡസ്ട്രിയൽ കമ്പനി ഈ മാസം 20-ന് IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുൽപ്പള്ളിയിൽ 5 വർഷമായി പ്രവർത്തിക്കുന്ന പുൽപ്പള്ളി എഞ്ചിനീയറിംഗ് സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം തുടങ്ങുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കുന്നതിനും രോഗികൾക്ക് വീൽചെയറും ചടങ്ങിൽ വിതരണം ചെയ്യും. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ സുനിൽ ജോർജ്, TC സന്തോഷ്, സുമേഷ്, ഹരിദാസ് എന്നിവർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടം കാക്കൂരിൽ ജീപ്പ് മറിഞ്ഞ ഡ്രൈവറടക്കം 2 പേർ മരിച്ചു. 9 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളെയും കൊണ്ട് കർണാടകയിലേക്ക് പോയ ജീപ്പ്. കാഞ്ഞിരത്തിനാൽ ഭൂമി നിർണ്ണയിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് CK ശശീന്ദ്രൻ MLA. തിരുവനന്തപുരം ചർച്ച പ്രഹസനമായെന്ന് സമരസഹായ സമിതി. ബത്തേരി കുമളി മൂന്നാർ KSRTC സർവീസ് തുടങ്ങിയില്ല. 5 പുത്തൻ ബസ്സുകൾ ബത്തേരി ഡിപ്പോയിൽ തുരുമ്പെടുക്കുന്നു. മുളൻകൊല്ലിയിലും പുൽപ്പള്ളിയിലും കുടിവെള്ളത്തിന് സമരം. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് KL പൗലോസ്. പോക്സോ നിയമം ഇരട്ട നീതിക്കെതിരെ ജില്ലയിൽ പ്രക്ഷോഭമുയരുന്നു. ബത്തേരി നഗരസഭാ ബജറ്റിൽ വരൾച്ചാ ദുരിതാശ്വാസത്തിന് മുൻഗണന. മാനന്തവാടി ബ്ലോക്കിൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾക്ക് 21,69,00,000. താമരശ്ശേരി ചുരം റോപ്പ് വേ 2 വർഷത്തിനകം. മുള്ളൻകൊല്ലിയിൽ നിർമ്മിക്കാത്ത സ്റ്റേഡിയത്തിൽ ഉത്തരവാദപ്പെട്ടവരുടെ ഉരുണ്ടുകളി. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.